ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. അപ്പം ലേറ്റ് ആയതിൽ സോറി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ട് ആൽക്കഹോളൊന്നും ഇല്ലാതെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പം ഇതിന് ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ടും അതുപോലെ തന്നെ മുസമ്പി എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴവും കാഷ്യൂനട്ടും ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. മുസമ്പിയുടെ ജ്യൂസ്, അതിൻ്റെ തൊലി നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്യുമ്പം അതിൻ്റെ കാമ്പ് ഉള്ളിലുള്ള വെള്ളപ്പെടാതെ നിങ്ങൾ എടുക്കണം. ക്ലീനായിട്ടൊരു ബൗളിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഇടുക. ഞാനിതിൽ ഈത്തപ്പഴം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുസമ്പിയുടെ ജ്യൂസും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തൊലിയും ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ 8-9 മണിക്കൂർ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേ നമുക്ക് ആ കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കാം. അടച്ചുറപ്പുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കുക. ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 8-9 മണിക്കൂർ മുമ്പ് നേരത്തെ എടുത്ത് വെക്കുക. 2 ദിവസത്തിനുള്ള മുമ്പെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ എടുത്ത് വെക്കുക. തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കാരമൽ ചെയ്തെടുക്കുകയാണ്. നമ്മൾക്ക് ആ ബ്രൗൺ നിറം കിട്ടാൻ വേണ്ടിയിട്ട്, കേക്കിൻ്റെ ബ്രൗൺ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ കാരമൽ ചെയ്തെടുക്കുന്നത്. കൂടുതൽ നിറം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഒരിക്കലും കാരമൽ ചെയ്യുമ്പം വെള്ളം ചേർക്കരുത്. സ്റ്റൗവ് സിമ്മിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അതിലേക്ക് പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ കറുവപ്പട്ട, പൂവ്, ജാതിക്ക, 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് പിന്നെ നമ്മളുടെ കൂട്ട് തയ്യാറാക്കാം. 3 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. 1.5 കപ്പ് മൈദയ്ക്കാണ് 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ബീറ്റർ ഇല്ലാതെ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളുടെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പുമാണ് നമ്മളിത് തിരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് എടുക്കാം. അതിനുശേഷം കാരമൽ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണോ ഉപയോഗിക്കുന്ന ആ പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കാഷ്യൂനട്ടോ മുന്തിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ബേക്ക് ചെയ്യുന്ന ഓവണൊന്നും ഇല്ലാതെ തന്നെ ബേക്ക് ചെയ്യാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പ്ലം കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.